ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 106/2018. ഇതിന്റെ ഫൈനൽ ആൻസർ കീയാണ് നോക്കുന്നത്. നോക്കാം. ബംഗാളിലെ നീലം കർഷകരുടെ യാതനയെപ്പറ്റി പ്രതിപാദിക്കുന്ന നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചതാരെ? ബംഗാളിലെ നീലം കർഷകരുടെ യാതനയെപ്പറ്റി പ്രതിപാദിക്കുന്ന നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചതാരെ? ദീനബന്ധു മിത്ര. റൗലറ്റ് നിയമവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടന്ന സുപ്രധാന സംഭവം ഏത്? റൗലറ്റ് നിയമവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടന്ന സുപ്രധാന സംഭവം ഏത്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം? 2012 നവംബർ 1. 1907 സെപ്റ്റംബർ 27 ലൈൽപൂർ ജില്ലയിലെ ബംഗ, ഇപ്പോൾ പാകിസ്ഥാനിൽ, എന്ന സ്ഥലത്ത് ജനിച്ച ഇന്ത്യൻ ദേശീയ വിപ്ലവകാരി ആര്? 1907 സെപ്റ്റംബർ 27 ലൈൽപൂർ ജില്ലയിൽ ബംഗ എന്ന സ്ഥലത്ത് ജനിച്ച ഇന്ത്യൻ ദേശീയ വിപ്ലവകാരി ആര്? ഭഗത് സിംഗ്. സൂര്യന്റെ അയനവുമായി ബന്ധപ്പെട്ട് ജൂൺ 21 പ്രത്യേകത. സൂര്യരശ്മി ഉത്തരായന രേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസം. ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ദേശീയ ശാസ്ത്രദിനമായി ആചരിക്കുന്നത് ഏത് വിഖ്യാത ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണ്? ദേശീയ ശാസ്ത്രദിനമായി ആചരിക്കുന്നത് ഏത് വിഖ്യാത ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണ്? സി വി രാമൻ. വിവരാവകാശ നിയമപ്രകാരം 2005 വിവരം ലഭിക്കുന്നതിന് അപേക്ഷകൻ അപേക്ഷാ ഫീസായി നൽകേണ്ട തുക എത്ര? വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷകൻ അപേക്ഷാ ഫീസായി നൽകേണ്ട തുക എത്ര? 10 രൂപ. താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ആലപ്പുഴ ജില്ലയുമായി കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്? കേരളത്തിലെ പ്രധാന കയർ ഉൽപാദന കേന്ദ്രം. അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏത്? വയനാട്. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? സർവകലാശാല ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? മലപ്പുറം. നിലവിലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആര്? യോഗി ആദിത്യനാഥ്. 2016 വയലാർ അവാർഡ് നേടിയ UK കുമാരന്റെ തച്ചൻകുന്ന് സ്വരൂപം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? 2016 വയലാർ അവാർഡ് നേടിയ UK കുമാരന്റെ തച്ചൻകുന്ന് സ്വരൂപം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? നോവൽ. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആര്? അന്റോണിയോ ഗുട്ടറസ്. ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ആകെ മെമ്പർമാരുടെ എണ്ണം എത്ര? ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ആകെ മെമ്പർമാരുടെ എണ്ണം എത്ര? 5. താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം? ഇന്ത്യയിലെ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? 2000.
2000. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെ? ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെ? മുംബൈ. ബാങ്കിംഗ് രംഗത്തേക്ക് പുതുതായി കടന്നു വന്ന മുദ്രാ ബാങ്കിന്റെ ലക്ഷ്യം. ബാങ്കിംഗ് രംഗത്തേക്ക് പുതുതായി കടന്നു വന്ന മുദ്രാ ബാങ്കിന്റെ ലക്ഷ്യം ചെറുകിട വായ്പ നൽകൽ. മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമേത്? മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏത്? ഭാഗം 3. ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം താഴെ പറയുന്നതിൽ ഏതാണ്? ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം താഴെ പറയുന്നതിൽ ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഡൽഹി സുൽത്താനത്ത് ഭരണത്തിൽ കമ്പോള പരിഷ്കരണം നടപ്പാക്കിയ ഭരണാധികാരി ഏത്? ഡൽഹി സുൽത്താനത്ത് ഭരണത്തിൽ കമ്പോള പരിഷ്കരണം നടപ്പാക്കിയ ഭരണാധികാരി ഏത്? അലാവുദ്ദീൻ ഖിൽജി. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. സംഗീത രത്നാകരം എന്ന കൃതി രചിച്ചതാര്? ശാർങ്ഗദേവൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യമേത്? രാജ്യം ഏത്? ശ്രീലങ്ക. കേരളത്തിൽ 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കമുണ്ടായ വർഷമേത്? 1924. ഇടിമിന്നലിൽ നിന്ന് രക്ഷ നേടാൻ എടുക്കാവുന്ന മുൻകരുതലിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ താഴെ പറയുന്നതിൽ ഏത്? ഇടിമിന്നലിൽ നിന്ന് രക്ഷ നേടാൻ എടുക്കാവുന്ന മുൻകരുതലിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ താഴെ പറയുന്നതിൽ ഏത്? ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്ന് മാറുക. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളേവ? സിക്കിം, ടിബറ്റ്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏത്? കവരത്തി. താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ പെടാത്തത് ഏത്? കൽക്കരി. അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത 1 ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ദേശീയ ജലപാത 1 ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഗംഗ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം? വിശാഖപട്ടണം. അലോഹ ധാതുവിന് ഉദാഹരണമേത്? പെട്രോളിയം. പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആര്? ലിട്ടൺ പ്രഭു. മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഈ വാക്കുകൾ ആരുടേതാണ്? മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഈ വാക്കുകൾ ആരുടേതാണ്? ബാലഗംഗാധര തിലകൻ. 1857-ലെ കലാപത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയ നേതാവാര്? 1857-ലെ കലാപത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയ നേതാവാര്? ബീഗം ഹസ്രത്ത് മഹൽ. സിന്ധു നദിയുമായി ബന്ധമില്ലാത്തത് ഏത്? ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൊത്തം കൃഷിഭൂമിയുടെ 75% കൃഷി ചെയ്യുന്നത് ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഏത്? ഭക്ഷ്യവിള. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? അടങ്ങിയ ആസിഡ് ഏത്? സിട്രിക് ആസിഡ്. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണു ഏത് വിഭാഗത്തിൽ പെടുന്നു?
ഏതു വിഭാഗത്തിൽ പെടുന്നു? ബാക്ടീരിയ. കീഴരിയൂർ ബോംബ് കേസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? കീഴരിയൂർ ബോംബ് കേസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം. അരയ സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാര്? അരയ സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാര്? പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ. പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ച മലയാളി ആര്? ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ച മലയാളി ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം SNDP ഇതിന്റെ ആദ്യ സെക്രട്ടറി ആര്? ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി ആര്? കുമാരനാശൻ. കുമാരനാശൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? സഹോദരൻ അയ്യപ്പൻ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂർ. കണ്ണൂർ. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏത്? തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏത്? 1936. 1936. 2017 പത്മവിഭൂഷൺ നേടിയ മലയാളി ആര്? 2017 പത്മവിഭൂഷൺ നേടിയ മലയാളി ആര്? KJ യേശുദാസ്. KJ യേശുദാസ്. 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ നേടിയ മെഡലുകളുടെ എണ്ണം എത്ര? 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ നേടിയ മെഡലുകളുടെ എണ്ണം എത്ര? 2. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏത്? കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏത്? നെടുങ്ങാടി ബാങ്ക്. നെടുങ്ങാടി ബാങ്ക്. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആര്? 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആര്? റാണി ഗൗരി പാർവതിബായി. റാണി ഗൗരി പാർവതിബായി. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? വേമ്പനാട്ട് കായൽ. വേമ്പനാട് കായൽ. ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയതാര്? ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് ആര്? MN റോയ്. MN റോയ്. കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആര്? കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആര്? മഞ്ജു വാര്യർ. തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ദേശീയ മൃഗമേത്? തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ദേശീയ മൃഗമേത്? വരയാട്. വരയാട്. 6 വയസ്സുവരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഇന്ത്യ ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതി ഏത്? 6 വയസ്സുവരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഇന്ത്യ ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതി ഏത്? ICDS. ICDS. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ ഭൂപേൻ ഹസാരിക പാലം ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ ഭൂപേൻ ഹസാരിക പാലം ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ആസാം, അരുണാചൽ പ്രദേശ്. ആസാം, അരുണാചൽ പ്രദേശ്. They have been living here dash 1985. Since 1985. If I were a millionaire dash. I would buy a car. I would buy a car. The meaning of the phrasal verb put off. Postponed. Dash water in the well is unfit for drinking. The water. Plural form of son-in-law. Sons-in-law. Of my 2 daughters, Sheila is the dash. Elder. Nick said, I will start tomorrow. The sentence can be reported as
Nick said that he would start the next day. The train dashed by the time Suma reached the station. Had left. Sam is too tired to walk. Drinking and driving do not go together. Do they? This is the spot the accident took place. Where? അടുത്ത question deleted ആണ്. The gerund form of run is running. Correctly spelled word is superintended. Option C. The passive form of shut the window is option C. Let the window be shut. The police vigilant are. What does the hiding chip of the old block mean? Option C. Just like his father. My grandmother likes to stay the town. In the town. The former part of the film is more interesting than the latter. She lives a life there. Lonely. 3/4 ഏത് സംഖ്യ കൂട്ടിയാൽ 13/8 കിട്ടും? 3/4 പ്ലസ് സംഖ്യ എക്സ് എന്ന് വിചാരിക്കുക. അപ്പൊ 3/4 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 13/8. അപ്പൊ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 13/8 മൈനസ് 3/4 മൈനസ് ചെയ്യാം. 8 ചെയ്താക്കണം. അപ്പോൾ 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം 3നെ. അപ്പം 13/8 മൈനസ് 6/8 എന്ന് കിട്ടും. 13 മൈനസ് 6 എന്ന് പറയുമ്പോൾ 7/8. ആൻസർ വരുന്നത് 7/8. 2 പ്ലസ് 7 മൈനസ് 5 ഇൻറ്റു 3 കാണുക. 2 പ്ലസ് 7 എന്ന് പറയുമ്പോൾ 9. 9 മൈനസ് 5 എന്ന് പറയുമ്പോൾ 4. അപ്പൊ 4 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 12. ഒരാൾ 1000 രൂപയ്ക്ക് 8% പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ച് 2 വർഷത്തിന് ശേഷം അയാൾക്ക് എത്ര രൂപ തിരിച്ചു കിട്ടും? സാധാരണ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് പി ഇൻറ്റു ആർ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 100. പി പറയുന്നത് 1000, ആർ എന്ന് പറയുന്നത് 8, ടി എന്ന് പറയുന്നത് 2. അപ്പൊ 1000 ഇൻറ്റു 8 ഇൻറ്റു 2/100. പൂജ്യങ്ങൾ വെട്ടിപ്പോവും. 8 ഇൻറ്റു 2 16, ഒരു 0, 160. അപ്പൊ ആകെ ലഭിക്കുന്ന തുക എന്ന് പറഞ്ഞാൽ 1000 കൂടെ 160 രൂപയും കൂട്ടിയിട്ട്. അപ്പൊ 1000 പ്ലസ് 160 പറയുമ്പോൾ 1160. വൃത്തത്തിന്റെ ഡിഗ്രി അളവിന്റെ 1/6 ഭാഗം എത്ര? വൃത്തത്തിന്റെ ആകെ ഡിഗ്രി അളവ് എന്നത് 360 ഡിഗ്രിയാണ്. അപ്പൊ അതിന്റെ 1/6 എന്ന് പറയുമ്പോൾ 360 ഇൻറ്റു 1/6, 60 ഡിഗ്രി. ഒരാൾ വാർക്കപ്പണിക്കായി 10 ചട്ടി മണലിന്റെ കൂടെ 3 ചട്ടി സിമന്റ് ചേർത്തു എങ്കിൽ സിമന്റും മണലും തമ്മിലുള്ള അംശബന്ധം. മണല് 10 ചട്ടി, സിമന്റ് 3 ചട്ടി. നമ്മൾ ചോദിച്ചിരിക്കുന്നത് സിമന്റും മണലും തമ്മിലുള്ള അംശബന്ധം. അപ്പോ 3:10. ഒരു സമചതുര കട്ടയുടെ ക്യൂബ് ഒരു വശം 3.6 സെന്റിമീറ്റർ ആയാൽ അതിന്റെ വ്യാപ്തം കാണുക. ക്യൂബിന്റെ വ്യാപ്തം കാണാനുള്ള ലക്ഷ്യം എ ക്യൂബാണ്. എ എന്ന് പറയുന്നത് 3.6 ആണ്. അപ്പൊ 3.6 ക്യൂബ്, 3.6 ഇൻറ്റു 3.6 ഇൻറ്റു 3.6. അപ്പൊ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 46.656 എന്ന് കിട്ടും. ഓപ്ഷൻ ബി. 64/1/3 ഇൻറ്റു 8/4/3 ഇൻറ്റു 27/-1/3 ഇൻറ്റു 36/-1/2 ഈക്വൽ ടു ഡാഷ്. 64/1/3. 64/1/3 എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 64 ആണ്. ക്യൂബ് 1/3 എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 64 ആണ്. 64/1/3. അപ്പം ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ന് പറയുന്നത് 4 ആണ്. 4 ഇൻറ്റു 4 ഇൻറ്റു 4 ആണ് 64. അതുപോലെ 8/4/3 എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 8/4. ക്യൂബ് റൂട്ട് ഓഫ് 8/4 ആണ്. 8/4/3 എന്ന് പറയുന്നത്. ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2/4. 2/4 എന്ന് പറയുന്നത് 16 ആണ്. അടുത്തത് 27
റേസ് ടു മൈനസ് 1/3. 27 റേസ് ടു മൈനസ് ആണ്, മൈനസ് 1/3 ആണ്. അപ്പോൾ 1/³ 27 ആണ്. മൈനസ് ആവുകൊണ്ട് 1/³ അതെന്ന് പറയുമ്പോൾ �³ പറയുമ്പോൾ 3. അപ്പോൾ 1/3. അതായത് 36 റേസ് ടു മൈനസ് 1/2. അതും മൈനസ് 1/2. അപ്പം 1/³ അല്ല, √ അല്ല, √36. 1/2 ആണ്. അപ്പോൾ √36. √36 എന്ന് പറയുമ്പോൾ 6 ആണ്. അപ്പോൾ 1/6. അപ്പൊ അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 16 × 1/3 × 1/6. അപ്പം 4 × 16 എന്ന് പറയുമ്പോൾ 64. 3 × 6 എന്ന് പറയുമ്പോൾ 18. അപ്പം 64/18 എന്ന് കിട്ടും. 32 ചെറുതാക്കുമ്പോൾ 32/9. ആൻസർ വരുന്നത് 32/9. 5⁻³ 3x - 2 = 625 ആയാൽ x കാണുക. 625 എന്ന് പറഞ്ഞാൽ 5⁴ ആണ്. 5 × 5 × 5 × 5 ആണ് 625. 5⁴. അപ്പോൾ 5⁻³ - 2 = നമുക്ക് 625ന് 5⁴ എന്ന് എഴുതാം. അപ്പോൾ പവേഴ്സ് തമ്മിൽ 3x - 2 = 4 ആണ്. 3x - 2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 3x-നെ അവിടെ എടുത്തിട്ട് -2നെ അപ്പുറത്തേക്ക് പോകുമ്പോൾ 4 + 2 6. അപ്പോൾ 3x എന്ന് പറയുന്നത് 6. x എന്ന് പറയുന്നത് 6/3 2. അപ്പോൾ x എന്ന് പറയുന്നത് 2. ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി പ്രായം 15 ആണ്. അവരുടെ അധ്യാപകരുടെ പ്രായവും കൂടി ചേർന്നാൽ ശരാശരി 16 ആകും. എങ്കിൽ അധ്യാപികയുടെ പ്രായം എന്ത്? കുട്ടികളുടെ എണ്ണം 35, ശരാശരി പ്രായം എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ കുട്ടികളുടെ ആകെ പ്രായം കാണാൻ 35 × 15 525. അധ്യാപികയും ചേർത്താൽ ആകെ ആളുകൾ 36. 35 + 1 36. അപ്പോൾ പുതിയ ശരാശരി 16. ആകെ പ്രായം 36 × 16 576. അപ്പോൾ അധ്യാപകരുടെ പ്രായം കാണാൻ 500 പുതിയ ശരാശരി പുതിയ പ്രായത്തിൽ നിന്ന് പഴയ പ്രായം കുറയ്ക്കുക. 576 - 525 പറയുമ്പോൾ 51. ആൻസർ 51. 2, 6, 14, 22 2, 6, 14, 26 എന്ന ശ്രേണിയുടെ അടുത്ത 2 പദങ്ങൾ എഴുതുക. അടുത്ത 2 പദങ്ങൾ 6 - 2 വ്യത്യാസം നോക്കാം. 6 - 2 4. അതുപോലെ 14 - 6 8. 26 - 14 12. വ്യത്യാസങ്ങൾ വരുന്നത് 4, 8, 12 ആണ്. 4 വീതം കൂടുകയാണ് വ്യത്യാസങ്ങളിൽ. അപ്പം അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത് 12 കൂടെ 4 കൂട്ടിയ 16, പിന്നെ 16 കൂടെ 4 കൂട്ടിയ 20. അപ്പൊ അടുത്ത 2 വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് 16ഉം 20ഉം ആണ്. അപ്പൊ 26 കൂടെ 16 കൂട്ടിയ അടുത്ത പദം കിട്ടും. 26 കൂടെ 16 കൂട്ടുമ്പോൾ 42, പിന്നെ 42 കൂടെ 20 കൂട്ടുമ്പോൾ 62. അപ്പൊ അടുത്ത 2 പദങ്ങൾ എന്ന് പറയുന്നത് 42ഉം 62ഉം. ഒറ്റയാനെ കണ്ടെത്തുക. സമചതുരം, ഗോളം, ത്രികോണം, പഞ്ചഭുജം. ഗോളം ഒരു ത്രിമാനാകൃതി 3D ഷേപ്പ് ആണ്, അതുകൊണ്ട് ഗോളം. ബാക്കിയെല്ലാം ഒരുപോലെ. അടുത്ത ക്വസ്റ്റ്യൻ -8 - -5 + 7 = ഡാഷ്. -8 ബ്രാക്കറ്റിൽ ആദ്യം ചെയ്യാം. -5 + 7 വരുമ്പോൾ 2. -8 - 2 എന്ന് പറയുമ്പോൾ -10. 2 മണിയാകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോൺ എന്ത്? 30h - 12 വെച്ചിട്ട് നമുക്ക് വേഗം ചെയ്യാം. h എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 30 × 2. മിനിറ്റ് 0 ആണ്. അപ്പൊ ഇല്ല, അപ്പൊ അതെന്തായാലും വെട്ടിപ്പോവും. 30 × 2 60 ഡിഗ്രി. ഒരാൾ വീട്ടിൽ നിന്ന് 6 കിലോമീറ്റർ കിഴക്കോട്ട് യാത്ര ചെയ്തതിനു ശേഷം വടക്കോട്ട് തിരിഞ്ഞ് 8 കിലോമീറ്റർ യാത്ര ചെയ്ത് സ്കൂളിലെത്തി. എന്നാൽ അയാളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഏറ്റവും കുറഞ്ഞ ദൂരം എന്ത്? ഒരു സമകോൺ ത്രികോണം ഉണ്ടാവുന്നത്. കിഴക്കോട്ട് 6 കിലോമീറ്റർ പോയി, അതുപോലെ വടക്കോട്ട് 8 കിലോമീറ്റർ പോയി. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ദൂരമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ d = √r² + r² + 8² r² എന്ന് പറയുമ്പോൾ 36, 8² എന്ന് പറയുമ്പോൾ 64. അപ്പൊ 36, 64, 100. അപ്പൊ √100 എന്ന് പറയുന്നത് 10 കിലോമീറ്റർ. ADHM എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏത്? A ഒന്നാമത്തെ പദമാണ്, അതുപോലെ D 4ാമത്തെ പദമാണ്, ലെറ്റർ ആണ്. പദമല്ല, ലെറ്റർ ആണ്. H എന്ന് പറയുന്നത് 8ാമത്തെ ലെറ്റർ ആണ്. M എന്ന് പറയുന്നത് 13ാമത്തെ ആണ്.
അപ്പോൾ വ്യത്യാസങ്ങൾ വരുന്നത് 3, 4, 5 അങ്ങനെയാണ് വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പൊ അടുത്തത് 6 വ്യത്യാസം വരുന്നത്. അപ്പം എമ്മിനോട് കൂടി, അതായത് 13ാമത്തെ ലെറ്ററായ എമ്മിനോട് കൂടി 6 കൂട്ടുക, 19 കിട്ടും. 19ാമത്തെ ലെറ്റർ വരുന്നത് എസ് ആണ്. അപ്പൊ ആൻസർ വരുന്നത് എസ്. പി എന്നത് ക്യൂവിന്റെ മകനാണ്, ആർ എന്നത് ക്യൂവിന്റെ പിതാവാണ്, എസ് എന്നത് ക്യൂവിന്റെ മകളാണ് എങ്കിൽ പിയും എസും തമ്മിലുള്ള ബന്ധം എന്ത്? പി ക്യൂയുടെ മകൻ, എസ് ക്യൂയുടെ മകളാണ്. അപ്പൊ പിയും എസും ഒരേ അച്ഛന്റെ മക്കളാണ്. അപ്പോ അവർ സഹോദരനും സഹോദരിയാണ്. രണ്ട് സംഖ്യകളുടെ തുക 90ഉം അവയുടെ വ്യത്യാസം 42 എങ്കിൽ അതിലെ വലിയ സംഖ്യ ഏത്? രണ്ട് സംഖ്യകളുടെ തുക 90 വരുമ്പോൾ എക്സ് പ്ലസ് വൈ പറയുന്നത് 90 എടുക്കാം, അവിടെ വ്യത്യാസം 42. അപ്പൊ എക്സ് മൈനസ് വൈ വരുമ്പോൾ 42. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 90 പ്ലസ് 42 എന്ന് എഴുതാം. പ്ലസ് വൈയും മൈനസ് വൈയും പോവും. അപ്പൊ 2x എന്ന് പറയുമ്പോൾ 90 പ്ലസ് 42 132. അപ്പൊ എക്സ് എന്ന് പറയുമ്പോൾ 132/2 66. 4 സെന്റിമീറ്റർ ആരമുള്ള കട്ടിയായ ഗോളം ഉരുക്കി 2 സെന്റിമീറ്റർ ആരമുള്ള ചെറു ഗോളങ്ങളാക്കിയാൽ എത്ര ഗോളങ്ങൾ കിട്ടും? വലിയ ഗോളം ഉരുക്കി ചെറിയ ഗോളങ്ങളാക്കുമ്പോൾ അവയുടെ വ്യാപ്തങ്ങൾ മാറുന്നില്ല. അപ്പൊ വ്യാപ്തം കാണാനുള്ള ഇക്വേഷനാണ് 4/3 πr³. വലിയ ഗോളത്തിന്റെ ആരം 4 സെന്റിമീറ്റർ ആണ്, അതുപോലെ ചെറിയ ഗോളത്തിന്റെ ആരം 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഗോളങ്ങളുടെ എണ്ണം കാണാൻ 4 അതായത് വലിയ ഗോളത്തിന്റെ വ്യാപ്തം ബൈ ചെറിയ ഗോളത്തിന്റെ വ്യാപ്തം 4/3 πr എന്ന് പറയുന്നത് വലിയ ഗോളത്തിന്റെ 4 അപ്പൊ 4³ ഡിവൈഡഡ് ബൈ 4/3 π ചെറിയ ഗോളത്തിന്റെ ആരം എന്ന് പറയുന്നത് 2 ആണ്, 2³ 4/3 π വെട്ടിപ്പോവും. അപ്പൊ 4³/2³ എന്നാണ്. അപ്പൊ 4³ എന്ന് പറയുമ്പോൾ 64, 2³ എന്ന് പറയുമ്പോൾ 8, 64/8 എന്ന് പറയുമ്പോൾ 8. അപ്പൊ ആൻസർ വരുന്നത് 8. ഒരാൾ വീട്ടിൽ നിന്ന് കാറിൽ 100 കിലോമീറ്റർ അകലെയുള്ള നഗരത്തിലേക്ക് 4 മണിക്കൂർ കൊണ്ടും തിരിച്ച് വീട്ടിലേക്ക് 6 മണിക്കൂർ കൊണ്ടുമാണ് എത്തിയത് എങ്കിൽ അയാളുടെ കാറിന്റെ ശരാശരി വേഗത എന്ത്? പോകുമ്പോൾ ദൂരം എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ആണ്, സമയം എന്ന് പറയുന്നത് 4 മണിക്കൂറാണ്. തിരിച്ചു വരുമ്പോൾ ദൂരം 100 കിലോമീറ്റർ തന്നെ, സമയം 6 കിലോമീറ്റർ ആണ്. അപ്പോൾ ആകെ ദൂരം എന്ന് പറയുന്നത് 100 + 100 200 കിലോമീറ്റർ അയാൾ സഞ്ചരിച്ചു. സമയം എടുത്തത് 4ഉം 6ഉം 10 മണിക്കൂർ എടുത്തു. അപ്പൊ ശരാശരി വേഗത കാണാൻ ദൂരം ബൈ സമയം 200 ദൂരം ബൈ സമയം 10 മണിക്കൂർ 200/10 പറയുമ്പോൾ 20 km/h 20 km/മണിക്കൂർ. ഓപ്ഷൻ ഡി. 252/372 ലഘുരൂപം എന്ത്? അതിനെ 126 കൊണ്ട് 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 2/3 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി 2/3. താങ്ക് യു.